സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഒരു ചെറിയ പർച്ചേസ് ചെയ്യാനുള്ള പരിപാടിയാണ്. സാധാരണ ഉള്ള പോലെ തന്നെ വീക്കെൻഡിലാണ് അത്യാവശ്യം മെയിൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നത്. ഇന്നിപ്പോൾ വിൻ്ററൊക്കെ വരുന്നതിന് മുന്നേ ഷൂ ഒരെണ്ണം വാങ്ങണം. എൻ്റെ സേഫ്റ്റി ഷൂ പണി തന്നു, ചെറിയ സൈഡൊക്കെ കീറി. അപ്പം വിൻ്ററൊക്കെ വന്ന് -30-40 ഒക്കെ പോകുന്ന സമയത്ത് വൃത്തിക്ക് ഒരു ഷൂ ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഒരു ഷൂ വാങ്ങണം. അധികം നോക്കി നിൽക്കേണ്ടി വന്നില്ല, ബസ് കൃത്യസമയത്ത് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ചലിക്കാം. നമ്മൾ ഇവിടുന്ന് ആദ്യം ഈസ്റ്റ്ലിംഗ് സെൻറ്ററിൽ പോയി അവിടുന്ന് അടുത്ത ബസ്സിൽ കയറിയിട്ടാണ് ഈ പറഞ്ഞ ഷൂ വാങ്ങാനുള്ള സ്ഥലത്തോട്ട് പോകുന്നത്. മാർക്സ് എന്നൊരു കടയിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു പൊടിക്ക് ഗട്ടറും കുലുക്കൊക്കെ ഉള്ളൊരു വഴിയാണിത്. നമ്മൾ ഈസ്റ്റ്ലിംഗ് സെൻറ്റർ എത്തി. ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിൽ കയറി അവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കടയുടെ ഭാഗത്തോട്ട് എത്തും. ഇവിടെയുള്ള ഭൂരിഭാഗം പേര് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റിലായ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളായാലും അവർ ഉപയോഗിക്കുന്ന കാറുകളാണെങ്കിലും അത്യാവശ്യം നല്ല വണ്ടികളാണ്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ് സാമ്പത്തികമായി ജീവിക്കുന്നത് ഇവിടെ. പുറത്തോട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു നെയ്ബർഹുഡിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പുറത്തിട്ടിരിക്കുന്ന വണ്ടികളാണെങ്കിലും ഇപ്പോൾ ഒരു വീട്ടിൽ 2-3 വണ്ടികൾ കാണും. അത് മിക്കവാറും അവിടെ താമസിക്കുന്ന റൂംമേറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ പല മെമ്പേഴ്സിൻ്റെയോ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഷൂ വാങ്ങാനുള്ള കടയിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ച് ഉള്ളിലോട്ടാണ് ഈ സാധനം. ഓൾറൈറ്റ്, ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച ഐറ്റം കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇന്ന് ഒരു സെയില്, ഈ ഒരാഴ്ച സെയിലുണ്ട്. ഇതിൻ്റെ എന്തോ ഒരു $50 ഓഫ് ഒരു സെയിലുണ്ട്, ഒരു പ്രൊമോഷണൽ ഓഫറുണ്ട്. സാധാരണ $135-150 അടുത്ത് വരുന്നൊരു ഷൂ ആണ്. ഇതൊരു ഇത്തവണ ഒരു 80 റേഞ്ചിന് നമുക്ക് കിട്ടും. അത്യാവശ്യം ലാഭമാണ്. പിന്നെ കമ്പനിയിൽ നിന്ന് ഇതിന് അലവൻസ് ഉള്ളതുകൊണ്ട്, സേഫ്റ്റി ഷൂവിന് അലവൻസ് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ടെക്നിക്കലി സാധനം ഫ്രീ ആണ്. ഒരുപാട് നമ്മൾ സമയം കളഞ്ഞില്ല, ഷൂ നമ്മൾ ചൂസ് ചെയ്തു. ബാക്കി സൈഡിൽ കാണുന്ന ഷൂ ഒക്കെ നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കീറും. അടുക്കാൻ പറ്റാത്ത വേറെ അതിനൊക്കെ. ഈ സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സും മറന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് ബസ് പിടിച്ച് സാധനങ്ങൾ, അതായത് ഗ്രോസറി വാങ്ങാൻ വേണ്ടി പോകാം. അല്ല, പെട്ടെന്ന് പോകണമെന്ന് ഞാൻ വിചാരിച്ചാലും ബസ് വന്നില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വരും. സ്വന്തമായിട്ട് നമുക്കിപ്പോൾ കാർ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ കുറേ നേരം ബസ് കാത്ത് സ്റ്റോപ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് അത് നമ്മൾ പോകുന്നത് അറിയുന്നില്ല. അതും ഇതൊക്കെ ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യാൻ ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ നല്ല പോസ്റ്റാണ്. നമ്മൾ ഇതുപോലെ ബസ് കാത്തിവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബസ് വരുന്നത്. നോർമലി ഞാൻ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ വല്ല ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ നോർമൽ യൂട്യൂബ് വീഡിയോ കാണുമോ അങ്ങനെയുള്ളതും ചെയ്ത് സമയം നീക്കി കളയും. എന്നിട്ട് അടുത്ത ബസ്സിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ നോക്കി സ്കെച്ച് ചെയ്ത് വെക്കും. അത് 1-2 സ്റ്റോപ്പ് ആകുന്നതിന് മുന്നേ ഞാൻ എന്നിട്ട് ഒരുങ്ങിയിരിക്കും. ഇല്ലെങ്കിൽ അതും പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. 5 മിനിറ്റ് കൊണ്ട് കടയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെ വന്നിങ്ങനെ പോസ്റ്റാണെന്ന് കരുതിയില്ല. അങ്ങനെയാണെങ്കിൽ ഇച്ചിരിയുടെ നേരം കടയ്ക്കാത്തതാണെന്ന് വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. ഇതിപ്പം തിരിച്ച് പോകാനും പറ്റത്തില്ല. തിരിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ്സും പോവും. ഇവിടെ തന്നെ ഇരിക്കാം. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് കോയിലോട്ട് പോകാനാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഫ്രഷ് കോയിലെത്തി. അങ്ങനെ ഒരുപാട് ഐറ്റം നമ്മൾ ഇന്ന് വാങ്ങുന്നില്ല, കാരണം ഞാൻ തന്നെ ഇതെല്ലാം ചുമന്നുകൊണ്ട് പോകണ്ടേ. ഈ ആഴ്ചയിൽ കുറച്ച് ആപ്പിളും ഓറഞ്ചും തക്കാളിയൊക്കെ നല്ല സെയിൽ കിടപ്പുണ്ട്. $1 per pound കിടപ്പുണ്ട്. അതെല്ലാം നമ്മൾ ബുക്ക് ചെയ്യാം. അങ്ങനെ ഷൂ വാങ്ങിച്ചു, പച്ചക്കറി വാങ്ങിച്ചു, ഫ്രൂട്ട്സ് വാങ്ങിച്ചു, എല്ലാമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് പിന്നെ നടക്കുകയാണ്. ബസ് പിടിച്ച് വീട്ടിൽ പോകണം. വേറെ പ്ലാനൊന്നും തൽക്കാലത്തേക്കില്ല. ഇനി മാറുമെന്ന് അറിയത്തുമില്ല. ഈ സാധനമൊക്കെ ചുവന്നോട് തിരിച്ചു പോകുന്നത് അത്ര വലിയ പണിയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നാൽ ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കൈ പൊക്കി വെച്ച് അങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. 10 മിനിറ്റ് നടപ്പോലെ ഉള്ളത്, കുഴപ്പമില്ല. വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാം റെഡി ആയിക്കോളും. നമുക്ക് പാട്ടിങ്ങനെ കേട്ട് പോകാം.
അങ്ങനെ എല്ലാ വീഡിയോയിലും പോലെ തല കാണിക്കുകയാണെന്ന് പറഞ്ഞ് ഈ വീഡിയോയിലും മറ്റേ കിളി വന്നിരിപ്പുണ്ട്. ജസ്റ്റ് അതിനെ ഒന്ന് കാണിച്ചേക്കാം. നമ്മൾ ഫോൺ കാണിക്കുന്നതിന് മുന്നേ അത് പറന്നു പോകും, അത് വേറെ കാര്യം. അടിപൊളി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? കുട്ടിക്ക് നാണമാണ് തോന്നുന്നു. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല, നമ്മുടെ നടത്തം കണ്ടിന്യൂസ്. എൻ്റെ അമ്മേ. അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോൾ ദാണ്ട് നമ്മൾ സ്ഥിരം ഡോണട്ട് വാങ്ങുന്ന കട. എന്നെ അവർ മാടി മാടി വിളിക്കാൻ നോക്കും, ഞാൻ വഴങ്ങോ? ഇതിലേത് ചൂസ് ചെയ്യും? വേണ്ട, എന്നെപ്പോലെ വേറൊരാൾ. ഹലോ. ഞാൻ ചുമ്മാ കാണാൻ കയറുക. അപ്പോൾ ഇന്നത്തെ ഫോട്ടോ എടുപ്പും വീഡിയോഗ്രാഫിയൊക്കെ കഴിഞ്ഞു. ശരിയെന്നാ, പിന്നെ കാണാം.